അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കടലക്കറിയാണ് കേട്ടോ. വേഗത്തിലൊരു കടലക്കറി എങ്ങനെ എടുക്കാൻ നോക്കാം. അതിനായിട്ട് കടല കുതിർത്തതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ കടല വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3-4 ഉണക്കമുളക് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു സവാള ഉണ്ടോ, അപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കണം. പെരുംജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി 2 സ്പൂണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കാനുള്ള പാൻ ഇതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാർ തന്നെ ഒന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കറി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ അതും കൂടി കടലയ്ക്ക് ചേർത്തതിന് ശേഷമാണ് പിന്നെ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു പുട്ടുപൊടിയാണ് നമ്മൾ പുട്ടിന് എടുത്തിട്ടുള്ളത്. ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേക്ക് ബീഫ് കറിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കടലക്കറീനേക്കായി ഒന്നും കൂടി ടേസ്റ്റ് ബീഫ് കറി ആയിരിക്കും ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടിയൊക്കെ ആകുമ്പോൾ. എനിക്ക് വെള്ളത്തേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ പുട്ടുപൊടി കുഴക്കണ പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഗോതമ്പത്തിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് അത്യാവശ്യം വെള്ളമാണ് കേട്ടോ. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ പുട്ടുപൊടി അവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കണം. തേങ്ങയും കൂടി ചിരകിയെടുത്താൽ നമ്മളെ പുട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മളെ കടലക്കറി ഉണ്ടല്ലോ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പാകത്തിനായിട്ട് വെള്ളമൊക്കെ പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കടലക്കറി തന്നെയാണ്. നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് ഈ ഒരു കറിക്ക് കേട്ടോ. അങ്ങനെ നമ്മളെ കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പപ്പൊടി ആകുമ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലോണം കിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം തേങ്ങ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ പുട്ടിന് ആവിയൊക്കെ വന്നതാ. പുട്ട് കുറെ കൂടുതൽ സമയം നമ്മൾ ഈ പുട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ ആ പുട്ടും കുറ്റിയിൽ നമ്മൾ ആ പുട്ട് ഒട്ടി ഇങ്ങനെ ഉണ്ടാവും, ഒട്ടണ ഒരു ഇതാവും. അപ്പോൾ ഒരു പാകത്തൊരു സമയത്തിന് നമുക്ക് അറിയാലോ എത്ര ടൈം വെക്കണം എന്നൊക്കെ, അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. നമ്മളെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ പുട്ട് കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ.